ഇന്നത്തെ ഈ പകൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പെഷ്യലാണ്. മെയ് 13. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഈ ദിവസം ഇവിടെ നിന്നിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ പച്ചപ്പിന് പതിവിലുമധികം സൗന്ദര്യമുള്ളതായി തോന്നി, ശാന്തതയുള്ളതായി തോന്നി, സമാധാനമുള്ളതായി തോന്നി. അല്ലെങ്കിലും കാഴ്ചകളുടെ സൗന്ദര്യം നിർണ്ണയിക്കപ്പെടുന്നത് നമ്മുടെ കണ്ണുകളിൽ നിന്നാണല്ലോ, അല്ലേ? രാവിലെ ഒരു കോളിംഗ് ബെല്ല് കേട്ട് വാതിൽ തുറന്നപ്പോൾ അത് എനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഈ കേക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കേക്ക്, വൈറ്റ് ചോക്കോബെറി. ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്തേക്കൊന്ന് പോകണം, ഡ്രസ്സ് വാങ്ങണം, പുസ്തകങ്ങൾ വാങ്ങണം, അങ്ങനെ സ്വയം സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മണിക്കൂറുകൾ നീളുന്ന ഒരു പ്രോസസ്സാണ്. കണ്ട് ഒരുപാട് ഡ്രസ്സുകൾ ട്രയൽ ചെയ്ത് ഇങ്ങനെ നടക്കും. അങ്ങനെ ഡ്രസ്സ് എടുത്തു. പ്രതീക്ഷിച്ചതിലും അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ടാകാം വല്ലാണ്ട് വിശന്നു പോയി. പിന്നെ നേരെ പോയത് പാലാരിവട്ടം കോഫി ജംഗ്ഷനിലേക്കാണ്. അവിടെ എത്തി ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ പോയത് കലൂരുള്ള മാതൃഭൂമി ബുക്സിലേക്കാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം പുസ്തകങ്ങളാണ്. ഇന്ന് കുറച്ചധികം പുസ്തകങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം വായന ഈ വർഷം കുറച്ചുകൂടി ശക്തമാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. സമയം പോകുന്നതേ അറിയില്ല. പുസ്തകങ്ങൾ നോക്കി ഇങ്ങനെ നടക്കും. അങ്ങനെ അവിടെ നിന്ന് വാങ്ങേണ്ടിയിരുന്ന, ആഗ്രഹിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. ഇനി എൻ്റെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യണം. അതാണല്ലോ മെയിൻ. ജീവിതത്തിൻ്റെ ഓരോ വർഷവും കൂടുതൽ കരുത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയും അതിലധികം സമാധാനത്തോടെയും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിനം ആഘോഷിച്ചു.